12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ നീയാണ് ഭ്രാന്തൻ. ഞാൻ അതാണോ പറഞ്ഞത്? നിങ്ങളിങ്ങനെ കല്ലൊക്കെ ഉരുട്ടിക്കെട്ടണുണ്ടപ്പോ എനിക്ക് കാവ്യാത്മകമായ ഒരു വരി പാടണമെന്ന് തോന്നി, ഞാൻ അങ്ങനെ പാടിയെന്നേ ഉള്ളൂ. അതിന് സത്യസന്ധമായി ഞാനൊരു മറുപടി പറഞ്ഞതല്ലേ ഉള്ളു. ഇത് എങ്ങനെ ഒറ്റയ്ക്കാണ് ഇങ്ങനെ പൊക്കി കയറ്റുന്നത് ഇല്ലമ്മേലെ? അല്ലേ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കയറ്റിയത്. എന്ന് ഞാൻ ആ മേളിൽ കയറി നിന്നിട്ട് ഈ കല്ലിനോടൊക്കെ പറയും, അടിച്ചു കയറി വാടാ മക്കളെ എന്ന് പറയാം. അപ്പൊ ഓരോ കല്ലും കയറി അങ്ങ് വരും. അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഇവിടെ ഒറ്റയ്ക്കുള്ള ഇന്ന് വേറെ ആരും ഇല്ല ഇവിടെ. അയ്യോ അതെ, നീ അറിഞ്ഞില്ലേടാ? ഞാനെങ്ങനെ അറിയും? ഈടാ ഇവിടെ ഭയങ്കര സമരമായിരുന്നെന്ന്. ആണോ? ഈ കോണിയിലോ? മുതലാളി കൂലി കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ അടിയും ബഹളവും എല്ലാം ഭയങ്കര ബഹളമായിരുന്നടാ ഇവിടെ. ഈ 2 സൈഡിലും ഓരോ ഗുണം മെറ്റിൽ കിടന്നടാ. ഈ സമരം വരുമ്പോ ഇവര് കല്ല് പെറുക്കി എറിയുമല്ലോ. ഇവർ ആ ആവേശത്തിന് കല്ല് പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞടാ. എറിഞ്ഞ് എല്ലാത്തിനും തല പൊട്ടിയിട്ട് പാവം മുതലാളി എല്ലാത്തിനും ആശുപത്രി കൊണ്ടുപോയിക്കുന്നു. എനിക്കിന്ന് സെക്രട്ടേറിയറ്റ് ഒരു ലോഡ് കല്ല് കൊടുക്കണം. മുതലാളി ഇന്നലെ പറഞ്ഞതാ ഇന്ന് തരാന്ന്. സെക്രട്ടേറിയറ്റ് അവിടെ ഒരു സമരം നടക്കണം. ഈ സമരം നടക്കുമ്പോ എന്തായാലും സമരക്കാർ പ്രശ്നം ഉണ്ടാക്കും. അവർ പ്രശ്നം ജാഥ വിളിക്കും. ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മുടെ പോലീസുകാർ ഒരു ലാത്തി വീശും ആണല്ലോ. ഇപ്പൊ എന്തായാലും ഒരു കല്ലെറിയൂല്ലോ ആ സമയത്ത്. അവർക്ക് വേണ്ട കല്ല ആണോ? ആ കല്ല് ഞാനൊന്ന് കൊടുക്കാന്ന് പറഞ്ഞു. നിനക്ക് ഒരു ലോഡ് കല്ല് വേണം, കല്ല് വേണം. കല്ലില്ലാണ്ട് നീ സെക്രട്ടേറിയറ്റ് ഇപ്പൊ നീ പറഞ്ഞ സാധനങ്ങളില്ലോ, അതും ഈ സമരം എന്തിനാണ് നടക്കുന്നത്, ആരൊക്കെ കൂടാണ് ഈ സമരം നടത്തുന്നത്, ഈ കാര്യങ്ങളെല്ലാം നീ ഒരു ഇച്ചിരി നേരം ഇവിടുന്ന് വർത്താനം പറഞ്ഞു. നിന്റെ വായിന്ന് തന്നെ വീണ് 2 ലോഡ് കല്ല് അതെടുത്തോണ്ട് പോയി നിനക്ക് അങ്ങ് സമരത്തിന് കൊടുക്കാമല്ലോ. മുതലാളി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. കല്ല് വേണമെങ്കിൽ മുതലാളി എന്തോ പറഞ്ഞേ? കല്ല് വേണമെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിച്ച് ആ പാറമട അവിടെ കൊണ്ട് നിർത്തണം. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പം അവിടെ പ്രത്യേകിച്ച് വെടിയൊന്നും പൊട്ടിക്കണ്ട, അത് തന്നെത്താൻ പൊട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അല്ല, നിങ്ങൾ അതിന് അത്രക്കുള്ള വെടിയാണല്ലോ അടിച്ചു വിടുന്നത്. അയ്യ അങ്ങനല്ലല്ലോ മുതലാളി പറഞ്ഞത്. നിന്നെ ഇനി ഇങ്ങോട്ട് കേറ്റരുതെന്നാ മുതലാളി പറഞ്ഞത്. ഇന്നലെ ഇവിടെ നീരുറവ ഒഴുകിയടാ ഇതിലെ കൂടെ. വെള്ളമൊക്കെ വന്നോ? നീരുറവ പൊട്ടി വെള്ളം വന്നടാ. ഇവിടെ 3-4 പെണ്ണുങ്ങളില്ലായിരുന്നു. നീ ഇവിടെ നിന്ന് ഒളിപ്പിക്കുമല്ലായിരുന്നു. അതുകൊണ്ട് നീരുറവ അങ്ങ് പൊട്ടി അങ്ങ് ഒഴുകിയടാ അങ്ങ്. അതാ മറ്റേ വെടിക്ക് വെടിക്കുള്ള തിരിച്ചുള്ളൊരു മരുന്ന്. എനിക്ക് തോന്നിയത്. എടാ കിളി എന്തേടാ? കിളി പോയി. നിന്റെ കിളി പോയതാന്ന് എനിക്കറിയാം. അതല്ല, നിന്റെ കൂടെ വന്ന ലോറിയിലെ കിളി എന്തിയെ? ആ വെളുത്ത സുന്ദരം മുടിയൊക്കെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യൻ. ആ കിളിയെ ഞാൻ പറത്തി വിട്ടു. എന്തിനാ നീ പറത്തി വിട്ടവനെ? ആ കിളി ഇങ്ങോട്ട് വരുമ്പോ ഈ കിളി അങ്ങോട്ട് ചെല്ലും. പിന്നെ ആ കിളി എന്തെങ്കിലും പറയും, ഈ കിളി അങ്ങോട്ട് സംസാരിക്കും. പിന്നെ ഈ കിളി സംസാരിക്കും, ആ കിളി സംസാരിക്കും. ഇത് കേട്ടപ്പോൾ ഞാൻ എനിക്ക് ഇക്കിളിയാകും. പിന്നെ ആകപ്പാട് അലമ്പാകും, ബഹളാകും. അത് ശരിയാവൂല. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് പറത്തി വിട്ടേ. അതെന്താ നീ പറത്തി വിട്ടേന്ന് പറ. ഞാനൊരു കിളിയല്ലേ? ഇങ്ങോട്ട് നോക്കി. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തോ ഉണ്ടല്ലേ? ചെറിയൊരു ഇഷ്ടം ഉണ്ടല്ലേ? ഞാൻ പിടിച്ചടാ. അതല്ലേ ഇവിടെ തന്നെ ലോഡ് കയറ്റാൻ വന്നത്. ആണാ? ശരിക്ക് ഇങ്ങോട്ട് നോക്കി. ശരിക്ക് ഇഷ്ടമുണ്ട്? സത്യം. ആരാണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്ന് സെറ്റാക്കി വന്നതേ ഉള്ളു. ഈ സഹോദരി സഹോദരന്മാരെന്ന് വിളിച്ച ആ ഫ്ലോ അങ്ങ് പോകും. പിന്നെ ഞാൻ ഒന്നേം തുടങ്ങേണ്ടി വരും. പ്രിയമുള്ളവരെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തോ കള്ളനാകട്ടെ, അവനെ ശ്രദ്ധിക്കണോ? ഞാൻ പറയണോ? ശ്രദ്ധിക്കുക. ഇത് പിടി. എന്താ ഇത്? വായിക്കേ. എന്നെ ശ്രദ്ധിക്കണേ. എൻ്റെ അപ്പൻ വലിയൊരു പാറമട തൊഴിലാളിയായിരുന്നു. അതാണ്. പാറമടിയിൽ ജോലി എടുക്കുന്ന സമയത്ത് വലിയൊരു കല്ല് വന്ന അദ്ദേഹത്തിന് മുതുകത്ത് വീണ് കണ്ണ് രണ്ടും തള്ളിപ്പോയി. അതിനുശേഷം അന്ധനായിരിക്കുകയാണ്. അത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് എന്തെങ്കിലും സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണം. അതെങ്ങനെ അച്ഛൻ്റെ മുഖത്ത് പാറ വീണ് നിനക്കെന്താ പണിയെടുത്ത് ജീവിക്കേണ്ട കുഴപ്പം? പുള്ളി എന്തായാലും കൊണ്ടുവന്നാലല്ലേ ഞാൻ ജീവിക്കുള്ളൂ. പുള്ളി പണിയെടുത്തിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് വന്നേക്കും അല്ലേ? എന്താ എന്നാലും കണ്ടില്ലേ, ഒരു പാമ്പിടിച്ച ചെറുപ്പക്കാരൻ അങ്ങനെ അച്ഛന്റെ മുതുകത്ത് കല്ല് വിട്ടിട്ടല്ലേ കണ്ടു തള്ളിപ്പോയത്. ഇങ്ങനെ ജീവിക്കാൻ ഒരു ഗതിയില്ലെന്ന്. ഇതൊക്കെ കള്ളത്തിലാണ്. എടാ ഉടായ്പ പരിപാടി എന്നാ പരിപാടി നിങ്ങൾ കാണിക്കണം. ഞാനേ അകത്ത് പോയി നോക്കട്ടെ, എന്തെങ്കിലും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. അങ്ങനെ ഇവിടെ പിടിച്ച് മനസ്സലിഞ്ഞ് ഞാൻ പറയട്ടെ. നിങ്ങൾ പറയത്തില്ലേ എപ്പോഴും എന്റെ മനസ്സിൽ പാറയാണ്. മനസ്സിലായോ? അതൊരു പഴമായിരുന്നത്. മനസ്സിലായോ? പഴമാണ്. ആ പഴം തിന്നോട്ട് വെക്കോ ഇടക്കിടക്ക്. അതെ, കരഞ്ഞതാണോ അത് കളിയാക്കിയതാണോ? അല്ല, കരഞ്ഞത്. അതാ എന്ത് ചെയ്താലും അങ്ങനെ ഇരിക്കുള്ളൂ. ആണോ? പണിയെടുക്കാൻ വയ്യ. ആർക്ക്? എനിക്ക്.
ഇത് പിന്നെ കർച്ചീഫാണോ കൈയല്ല എന്തെങ്കിലും പണിക്ക് പോടാവേ അതെങ്കിൽ വന്നേ പിന്നെ എന്നെ ചീറ്റ് ചെയ്ത് നീ ചീറ്റ് ഞാനും ചീറ്റു പിന്നെ എന്നെ ചീറ്റ് ചെയ്തു ഞാനുള്ള കാര്യം പറഞ്ഞത് പറയട്ടെ ഞാൻ ശരിക്കും പിച്ചക്കാരനല്ല എന്നെ കണ്ട പിച്ചക്കാരനായിട്ട് തോന്നും അല്ലെന്ന് തോന്നും ഞാൻ പിച്ചക്കാരനല്ലെന്ന് പിന്നെ വല്ല ഗസറ്റിലും പോയി പരസ്യം ചെയ്യോ ഞാൻ അവളെ പെണ്ണ് കാണാൻ വന്നതാണ് ഇവിടെ ആ അടുത്ത ഞായറാഴ്ചയാണ് അവളെ കാണേണ്ടത് ആ ഇന്ന് വന്ന് കാണുന്നത് അവളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാ എന്റെ സുഹൃത്തെ അവിടെ പെണ്ണാണെങ്കിൽ അടുത്ത ആഴ്ച പോയി കണ്ടോളാം ഇവിടെ എന്ത് സ്വഭാവമാണ് പഠിക്കാൻ ഇപ്പൊ കണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും പഠിച്ചോ ആ നല്ല മനസ്സിന്റെ ഉടമയാന്ന് മനസ്സിലായി ആണല്ലോ കരുണയുള്ളതാണല്ലേ അറിഞ്ഞുള്ള അതെനിക്കും അറിയാം കരുണയുള്ള പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ അനുസരണയുണ്ടോ എന്ന് നോക്കണം അനുസരണയാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അനുസരണ ഇല്ലാത്ത പെണ്ണുങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ അനുസരണ ഉണ്ടെന്ന് കൂടെ നോക്ക് അതെങ്ങനെ നോക്കും ഞാൻ ഒരു കാര്യം ചോട്ടെ എന്നാ പരിപാടി എന്ന് പറഞ്ഞു പാറമട വെറ്റിലടിയാ വേറൊരു പാറമടയില് എന്തിന് പാറമട സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു പിച്ചക്കാരനായിട്ടൊന്നും അഭിനയിക്കണം അത് നിങ്ങൾ പാറമട സ്വന്തമായിട്ടുണ്ട് എന്റെ പാറമടയിൽ നിങ്ങൾ പണിക്ക് വരുന്നു ഇതിൽ കൂടുതൽ ശമ്പളം തരാന്ന് പറ അനുസരിക്കുമെന്നറിയാലോ വരുമോന്നറിയാലോ അല്ല ചെറു നോക്ക് എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ഒരു മുതലാളിയുടെ ലുക്കൊക്കെ ഉണ്ട് സത്യം വരുന്നുണ്ട് അങ്ങനെ പറയാവുള്ളൂ കേട്ടോ ചേട്ടാ ഞാനവിടെ അയ്യോ എന്നെ നുള്ളിപ്പറിക്കില്ല അല്ല നുള്ളിപ്പറിക്കാനല്ല നുള്ളിപ്പറിക്കി തന്നെ എനിക്കൊരു 500 രൂപ കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഇന്നെ പിടിച്ചോ അയ്യോ അത് കയ്യിൽ ഇരിക്കട്ടെ അയ്യോ കുറഞ്ഞ പോയെന്നും പറഞ്ഞാണ് ഇത് പിടിക്കണം ചേട്ടാ ചേട്ടാ എന്റെ മനസ്സറിഞ്ഞുള്ളത് ചേട്ടാ പിടി ചേട്ടാ ഇത് അവിടെ ഇരിക്കട്ടെന്നോ അതെ. ഇതിന്റെ ഇരട്ടി അങ്ങ് തരാം ആ. എന്റെ കൂടെ പോരുമോ നീ എന്നാ വർത്താനം നിനക്ക് നാണില്ലടാ അയ്യോ നീ എന്നാ അന്തസ്സില്ലാത്ത വർത്താനം ഒരു പെണ്ണിനോടാണോ സംസാരിക്കണത് ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു അയ്യോ അയ്യോ അയ്യാ എഴുന്നേറ്റ് പോടാ ബാക്കി എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ കാരണം പാറമടയിൽ പണിയെടുക്കുന്ന ഒരു യുവാവായിരുന്നു ഞാൻ ആ പെണ്ണുമ്മളോട് ഏതാണ്ട് വേണ്ടാതീനം പറഞ്ഞതിന് ഇവനും ഇവളും കൂടി എന്നെ പൊതിരെ തല്ലി ഇപ്പൊ പണിയെടുത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും സഹായം തന്ന അയ്യോ ഇപ്പൊ ഓക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ അവനെ എന്തിനാ തല്ലിയത് നമ്മള് അവനൊരു കിളിയായിരുന്നു കിളിയായിരുന്നു ആ കിളിന്ന് വെച്ചാ നിനക്ക് കിളിയോട് ഭയങ്കര ഇഷ്ടമാണല്ലോ നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന് അവനെങ്ങാനും കല്യാണം വെച്ചോണ്ട് പോയാലോ അത് ഞാൻ തന്നെ ഒപ്പിച്ചൊരു പരിപാടിയാ അപ്പൊ നിനക്ക് എന്നെ അത്രക്ക് ഇഷ്ടമാണോ സത്യം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണോ ഞാൻ അമ്മയോട് പറയട്ടെ അമ്മയുടെ പറഞ്ഞു നമുക്ക് പോവാം അമ്മയോട് പറയാതെ എങ്ങനെ പോന്നേ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് ഞാൻ അമ്മയോട് പറയാതെ ഒരു കാര്യം ചെയ്തില്ല ഞാൻ ഇപ്പൊ തന്നെ നിന്നോട് ഇറങ്ങി വരാം പക്ഷെ എന്റെ അമ്മയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അമ്മ എന്തൊരു വർത്താനായിരുന്നു അമ്മ പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഒരു നല്ല ചെറുക്കനെ കിടത്തില്ലെന്ന് പറഞ്ഞില്ലയോ വേണ്ട ലോറി ഡ്രൈവർ എന്നെ കെട്ടാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം ഇനി അമ്മയ്ക്ക് ഇനിയും സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാലോ രാത്രി ഞാൻ ഈ ചുറ്റി എടുത്തിട്ട് തലക്കടിച്ച് കൊല്ലാനൊന്നും മറത്തില്ലല്ലോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞോണ്ട് തലക്കടിച്ച് കൊല്ലാനൊന്നും ഞാൻ മറത്തില്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യുവോ സ്വപ്നത്തിലാ എന്നിട്ട് അടുത്ത് ആര് കിടന്നാലും അവർ തലയടിച്ചങ്ങ് പൊട്ടും ചേട്ടാ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്റെ ഓപ്പോസിറ്റ് അമ്മ ചിറ്റയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓപ്പോസിറ്റീവോ അയ്യോ കറക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ടമ്മേ ചേട്ടന്റെ കിഡ്നി എന്തായാലും ചിറ്റയ്ക്ക് കൊടുക്കാം എന്റെ ചിറ്റയുടെ ഒരു കിഡ്നി പോയിരിക്കുക ഒരെണ്ണം കൊടുക്കണം കേട്ടോ ആ കൊടുക്കണം കൊച്ചച്ഛന്റെ ഓപ്പോസിറ്റീവ് ആണോ അയ്യോ ഇച്ചിരി കരളിലൂടെ കൊടുക്കുവോ കൊച്ചച്ഛന് ചിറ്റയ്ക്ക് കിഡ്നിയും കൊച്ചച്ഛന്റെ കരളും അമ്മ ഞാൻ ഇപ്പൊ വിളിക്കാവേ നിന്റെ അച്ഛനും ചിറ്റപ്പനും കൊച്ചച്ഛനും കിഡ്നിയും കരളും കൊടുക്കാനായിട്ട് നീ എന്നെ അവയവദാനത്തിന് കൊണ്ടുപോകണം അയ്യോ നമ്മൾ രണ്ടും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കിഡ്നി ഒരു കരളും അല്ലേ ഏട്ടാ ഒരു കരളും ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നാണല്ലോ അങ്ങനെ ഈ ഒരു പരിപാടി ഞാനില്ല ഞാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാനില്ല ഞാനിവിടെ ഇല്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പോയി ഞാനൊരു വെടി പറഞ്ഞതാ എങ്ങനെ മുമ്പേ പറഞ്ഞില്ല ഒരു വെടി പറഞ്ഞതാ ഞാൻ വെടി പറഞ്ഞാണോ ആ വെടി കേട്ടിട്ട് കിളി അങ്ങ് ചത്തുപോയെന്ന് വിചാരിച്ചു